തമിഴ്നാട് രാഷ്ട്രീയം ഇന്ന് ഉണർന്നത് ദ്രാവിഡ കോട്ടകളെ നടുക്കിയ ഒരു വമ്പൻ വാർത്തയിലേക്കാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായ അണ്ണാ DMK നെടുകെ പിളർന്നിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയെ തഴഞ്ഞ് പാർട്ടിയുടെ ഭൂരിപക്ഷം MLA-മാരും നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ജയലളിതയുടെ മരണശേഷം അണ്ണാ DMK കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപത്തിനാണ് ചെന്നൈ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അണ്ണാ DMKയിലെ പടയൊരുക്കം ഇപ്പോൾ ഔദ്യോഗികമായിരിക്കുകയാണ്. പാർട്ടിയിലെ കരുത്തനായ നേതാവ് SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഇതോടെ എടപ്പാടി പളനിസ്വാമി തന്റെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആകെ 47 MLA-മാരുള്ള അണ്ണാ DMKയിൽ വെറും 17 പേർ മാത്രമാണ് ഇപ്പോൾ പളനിസ്വാമിക്കൊപ്പം ഉള്ളത്. ബാക്കി 30 പേരും വേലുമണി പക്ഷത്തേക്ക് ചേക്കേറി കഴിഞ്ഞു. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പിളർപ്പിന് കാരണമായത്? മുതിർന്ന നേതാവ് CV ഷൺമുഖം ഇതിന്റെ കാരണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. DMKയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ എടപ്പാടി പളനിസ്വാമി രഹസ്യ നീക്കം നടത്തിയിരുന്നത്രേ. എന്നാൽ സ്റ്റാലിന്റെ DMKയുമായി ഒരു കാലത്തും ഒത്തുപോകാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു ഭൂരിഭാഗം MLA-മാരും. ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞ MLA-മാർ ജനവിധി അംഗീകരിച്ചുകൊണ്ട് വിജയുടെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായും G ഹരിയെ ഉപനേതാവായും വിമത വിഭാഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തമിഴ്നാട് ഒരു തൂക്ക് സഭയിലേക്കാണ് ഏകദേശം നീങ്ങിയത്. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടി വിജയുടെ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷമായ 118-ന് 10 സീറ്റുകൾ അകലെയായിരുന്നു. കോൺഗ്രസും മറ്റ് ചെറുകക്ഷികളും വിജയ്ക്ക് പിന്തുണ നൽകിയിരുന്നെങ്കിലും ഭരണം സുരക്ഷിതമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അണ്ണാ DMKയിലെ പിളർപ്പ് രാഷ്ട്രീയ ഗതി തന്നെ മാറ്റുന്നത്. വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ രാഷ്ട്രീയ മാറ്റം വിജയ്ക്ക് നൽകുന്ന ആശ്വാസം വളരെ വളരെ വലുതാണ്. TVKയുടെ 107 പേരും കോൺഗ്രസിന്റെ 5 പേരും ഇപ്പോൾ അണ്ണാ DMKയിൽ നിന്ന് എത്തിയ 30 പേരും ചേരുന്നതോടെ വിജയുടെ പക്ഷത്തെ അംഗബലം 150-ലേക്ക് അടുക്കുകയാണ്. ഇതോടെ സ്റ്റാലിനും DMKയും ഉയർത്തുന്ന ഭീഷണി മറികടക്കാൻ വിജയ്ക്ക് സാധിക്കും. അതായത് CPI, CPM, മുസ്ലിം ലീഗ് എന്നിവരുടെ പിന്തുണ ഇല്ലെങ്കിലും മന്ത്രിസഭയ്ക്ക് ഒരു കുലുക്കവും തട്ടാൻ പോകുന്നില്ല. അണ്ണാ DMK പിളർന്നിട്ടില്ലെന്നും പാർട്ടിക്ക് വേണ്ടിയുള്ള ആശങ്കയിലാണ് ഈ തീരുമാനം എന്നുമാണ് വേലുമണി പക്ഷം പറയുന്നത്. എങ്കിലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എടപ്പാടി പളനിസ്വാമി യുഗം അവസാനിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. അണ്ണാ DMKയിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു അധികാര തർക്കമല്ല, മറിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം ആര് പേറണമെന്ന യുദ്ധമാണ്. വിജയെ പിന്തുണയ്ക്കുന്ന വിമത വിഭാഗം വൈകാതെ തന്നെ വിജയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തമിഴ്നാട് നിയമസഭയിൽ ഇനി എന്ത് സംഭവിക്കും എന്നത് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കരുണാനിധിക്കും ജയലളിതയ്ക്കും ശേഷം MGR-നും ശേഷം തമിഴ്നാട് രാഷ്ട്രീയം ഇനി പുതിയൊരു നായകന് കീഴിലായിരിക്കും. ആ നായകന്റെ പേരാണ് C. ജോസഫ് വിജയ്. ന്യൂസ് ഡെസ്ക്.